രാമ 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 പാഹി മാം. 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 അഗണ്യഗുണമാദ്യമവ്യയപ്രമേയമഖില ജഗൽ സൃഷ്ടി സ്ഥിതി സംഹാരമൂലം പരമം പരമാനന്ദം പരമാത്മനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം. മഹിതകടാക്ഷവിക്ഷേപിതാമരശുചം രഹിതാവതി സുഖമിന്ദിരാ മനോഹരം ശ്യാമളം ജടാമൗഡോജ്വലം ചാപശര കോമളകരാംബുജം പ്രണതോസ്മ്യഹം രാമം. ഭുവന കമനീയരൂപമീഗീതം ശതരവിഭാസുര ഭീഷ്ടപ്രദം ശരണദം സുരപാദമൂലരചിതനിലയനം സുരസഞ്ജയസേവ്യം പ്രണതോസ്മ്യഹം രാമം. ഭവ ആനനദവദഹനനാമേധയം ഭവ പങ്കജ ഭവമുഖദൈവതം ദേവം ധനുജപതി കോടി സഹസ്രവിനാശനം മനുജാകാരം ഹരിം പ്രണതോസ്മ്യഹം രാമം. ഭവഭാവനാഹരം ഭവസ്വരൂപിണം ഭവഭീവിരഹിതം മുനിസേവിതം പരം ഭവസാഗരതരണാം ഹൃപോത്തകം നിത്യം ഭവനാശായാനിശം പ്രണതോസ്മ്യഹം രാമം. ഗിരിശഗിരിസുതാ ഹൃദയാംബുജാവാസം ഗിരിനായകധരം ഗിരിപക്ഷാരിസേവ്യം സുരസഞ്ജയധനുജേന്ദ്രസേവിതപാദം സുരപമണിനിഭം പ്രണതോസ്മ്യഹം രാമം. പരദാർത്ഥ പരിവർജിതമനീഷിണാം പരപൂരുഷ ഗുണഭൂതി സന്തുഷ്ടാത്മനാ പരലോകൈഹിതനിരാത്മനാം സേവ്യം പരമാനന്ദമയം പ്രണതോസ്മ്യഹം രാമം. സ്മിത സുന്ദര വികസിത വക്രാംഭോരുഹം സ്മൃതിഗോചരമസിതാംബുദ അളേബരം സീതപങ്കജ ചാരുനയനം രഘുവരം ക്ഷിതി നന്ദിനീവരം പ്രണതോസ്മ്യഹം
ജലപാത്രൗഹ സ്ഥിതിതരവിമണ്ഡലം പോലെ സകല ചരാചര ജന്തുക്കളുള്ളിൽ വാഴും പരിപൂർണാത്മാനാമദ്വയമവ്യയമേഹം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം. വിധിമാധവശംഭോ രൂപഭേദേന ഗുണത്രിയതരവിരാജിതം ഏവനം വിരാജന്തം ത്രിദശമുനിജനസ്തുതമവ്യക്തമജം ഷിതജാമനോഹരം പ്രണതോസ്മ്യഹം രാമം. മന്മഥ ശതകോടിസുന്ദര അളേബരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാരമപ്യനാധരം നിർമ്മമാത്മാരാമം പ്രണതോസ്മ്യഹം രാമം. സ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പത്നീന്ദ്രൻ തന്നോടരുളി ചെയ്തു മധുരമായി. അസ്തു തേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണോ പരം. സ്തോത്രമെഴുതിയും പഠിച്ചും കേട്ടും കൊണ്ടാൽ ഭക്തനായുള്ളവനു വന്നിടും മത്സാരൂപ്യം. പക്ഷീന്ദ്ര നിന്നെ പോലെ മൽപരായണനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷി ശ്രേഷ്ഠനങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചു പോയി. ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചു തേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ. പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഹിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശി സീതയെ കാണായയാൽ സന്നദ്ധൈര്യേണ വനമാർഗേ സഞ്ചരിക്കുമ്പോൾ രക്ഷാരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു. തൽക്ഷണമേവം രാമചന്ദ്രനുമരുൾ ചെയ്താൻ. വക്ഷസി വദനവും യോജനബാഹുക്കളും ചക്ഷുരാദികളുമില്ലെന്തൊരു സത്വമിതം. ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം. ഭക്ഷിക്കുമിപ്പോളിവൻ നമ്മെയെന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമല്ലെത്രയും ചിത്രം ചിത്രം. വക്ഷസി വക്രം ആലും തലയുമില്ല താനും. രക്ഷസു തിരിച്ചുടൻ ഭക്ഷിക്കും മുൻപേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ. അത്ഭുത ജന്മധ്യസ്ഥന്മാരായതു കുമാര
നാം കൽപ്പിതം ദാതാവിനെന്നാലതു വരും. രാഘവനേവം പറഞ്ഞിടിനോരനന്തരമാകുലമന്നൊരു ലക്ഷ്മണനുര ചെയ്താൻ. പോരും വ്യാകുലഭാവമെന്തിന് വിചാരിപ്പാനോരോരോ കരം ഛേദിക്കണം നാമിരുവരും. തൽക്ഷണം ഛേദിച്ചിതു ദക്ഷിണഭുജം രാമൻ. ലക്ഷ്മണൻ വാമരം ഛേദിച്ചാനതു നേരം. രക്ഷോ വീരനുമതിവിസ്മയം പൂണ്ടു രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ. മദ്ഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഭുവനത്തിലാരുമുണ്ടായിടിതിൻ കീഴെ. അത്ഭുതാഹാരന്മാരാ നിങ്ങളിരുവരും സൽപുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേ ഞാനും. ഘോര ആനന പ്രദേശത്തിങ്കൽ വരുവാനും ആരണമെന്നു നിങ്ങൾ സത്യം ചൊല്ലുക വേണം. ഇത്തരം അബന്ധവാക്യങ്ങൾ കേട്ടൊരു പുരുഷോത്തമൻ ചിരിച്ചുടനുത്തരമരുൾ ചെയ്തു. കേട്ടാലും ദശരഥനാമയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനനഹം രാമനെന്നല്ലോ നാമം. സോദരനിവൻ മമ ലക്ഷ്മണനെന്നു നാമം. സീതയെന്നുണ്ടു മമ ഭാര്യയായൊരു നാരീ. പോയിതു ഞങ്ങൾ നായാട്ടിനതു നേരമതിമായാവി നിശാചരൻ കട്ടുകൊണ്ടങ്ങു പോയാൻ. ആനനം തോറും ഞങ്ങൾ തിരിഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്റെ അതിഭീഷണവേഷത്തോടും പാണികൾ കൊണ്ടു തവ വേഷ്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ഛേദിച്ചിടിനേൻ കരങ്ങളും. ആരെടോ വികൃതരൂപം ധരിച്ചോരു ഭവാൻ നേരോടെ പറയുന്നു രാഘവൻ ചോദിച്ചപ്പോൾ. സന്തുഷ്ടാത്മനാ പറഞ്ഞിടിനാൻ അബന്ധനും. നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനഹം. നിന്തിരുവടി തന്നെ മുന്നിലാം മാറു കാണായി വന്നൊരു നിമിത്തമായി. ദിവ്യനായി ഒരു ഗന്ധർവനഹം രൂപ യൗവനനർപ്പിതനായി സഞ്ചരിച്ചിടും കാലം. സുന്ദരീ ജനമനോധൈര്യവും ഹരിച്ചതി സുന്ദരനായൊരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാനപഹസിച്ചിതു. രുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനാൻ. ദുഷ്ടനായുള്ളൊരു നീ രാക്ഷസനായി പോയെന്നു തുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ. സാക്ഷാൽ
ശ്രീനാരായണൻ തന്നിരുവടി തന്നെ മോക്ഷദൻ ദശരഥപുത്രനായി ത്രേതായുഗേ വന്നവതരിച്ചു നിൻ ബാഹുക്കളറുന്നാൾ വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കിടോ താപസ ശാപം കൊണ്ടു രാക്ഷസനായോരു ഞാൻ താപേന നടന്നിടും കാലമങ്ങൊരു ദിനം ശതമന്യുവിനെ പാഞ്ഞടുത്തേനതിരുഷാ ശത ഓടിയാൽ തലയറുത്തു ശതമഹൻ വജ്രമേറ്റിട്ടും മമ വന്നീല മരണമത്പഞ്ചസംഭവൻ മമ തന്നൊരു വരത്തിനാൽ വന്ധ്യനൽകായ മൂലം വൃത്തിക്കു മഹേന്ദ്രനുമുത്തമാംഗത്തെ മമ ഉക്ഷീലായിടിനാൻ വ്യക്തപാദങ്ങൾ മമ ഉക്ഷീലായ ശേഷം ഹസ്തയുഗ്മവുമൊരു യോജനയായതങ്ങളായി വർത്തിച്ചിടുന്നേനത്ര വൃത്തി ഉശത്രാജ്ഞയാ സത്വസഞ്ജയം മമ ഹസ്തമധ്യസ്ഥമായാൽ വക്രേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേനിത്ര നാളുമുത്തമോത്തമ രഘുനായക ദയാനിധേ വന്നിയും ജലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യമാർഗമൊക്കവേ ചൊല്ലിയിടുവൻ മേദിനി ഒഴിച്ചതിലിന്ധനങ്ങളുമിട്ടു വീതിഹോത്രനെ ജ്വലിപ്പിച്ചതു സൗമിത്രിയും തത്രൈവ അബന്ധദേഹം ദഹിപ്പിച്ച നേരം തന്ദേഹത്തിങ്കൽ നിന്നങ്ങുദ്ധിതനായി കാണാൻ ദിവ്യവിഗ്രഹത്തോടും മന്ദസമാനനായി സർവഭൂഷണ പരിഭൂഷിതനായന്നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്താമത്യ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നുരു ചെയ്തു ഊപ്പിത്തൊഴുതു നിന്നു പിന്നെ മാന്യനാംഗന്ധർവനുമാനന്ദ വിവശനായി ഓർമ്മയിൽ കൊണ്ടു ഗദ്ഗദാക്ഷരവാണികളാം കോമളപാദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. നിന്തിരുവടിയുടെ തത്വമിതൊരുവർക്കു ചിന്തിച്ചാലറിഞ്ഞു കൂടാവതല്ലെന്നായിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു. സന്തതമന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം, അന്തവുമാദിയുമില്ലാതൊരു പരബ്രഹ്മമന്തരാത്മനെ തെളിഞ്ഞുണർന്നു വസിക്കണം. അന്ധകാരങ്ങളാനന്ദമുദിക്കണം. ബന്ധവുമുറ്റു മോക്ഷപ്രാപ്തിയും ഞരുളണം. അവ്യക്തമതി സൂക്ഷ്മമായോരു ഭദ്രദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയവിലക്ഷണം. ദൃംഗോപമേകമന്യമത്സ്യലം ദൃശ്യം ജലം
ദുർഗ്രാഹ്യമനാത്മകമാകയാൽ അജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മാനസവിതിരിത്തും മങ്ങിടാതൊരു പരമാത്മാനാം ബ്രഹ്മാനന്ദം. ബുദ്ധ്യാത്മാഭാസങ്ങൾ ഉള്ളൈക്യമായതു ജീവൻ ബുദ്ധ്യാദി സാക്ഷിഭൂതം ബ്രഹ്മമെന്നതു ന്യൂനം. നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യേ നിർവിഷയേ ലോകമജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം ഹൈരണ്യമതു വിരാട് പുരുഷനതിസ്ഥൂലം ഭാവനാവിഷയമായുന്നതു യോഗീന്ദ്രാണാം ഏവലം തത്ര ആണായിടുന്നു ജഗത്തെല്ലാം. ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുനാ മഹത്തത്വാദ്യാവൃതസ്ഥൂലദേഹ ബ്രഹ്മാണ്ഡകോശേ വിരാട് പുരുഷേ ആണാകുന്നു. സന്മയമെന്ന പോലെ ലോകങ്ങൾ 14 തുണ്ടനാം വിരാട് പുമാനായ ഭഗവാൻ തന്നംഗങ്ങളല്ലോ 14 ലോകവും നൂനം. പാതാളം പാദമൂലം വാർഷിണകൾ മഹാതലം നാഥ തേ ഗുൽഫം രസാതലവും തലോതലം ജാനുജാനുകളല്ലോ സുതലം രഘുപതേ. ഊരു ആണ്ഡങ്ങൾ തവ വിതലമതലവും ജഹനം മഹീതലം നാഭിതേ നഭസ്ഥലം രഘുനാഥോരസ്ഥലമായതു സുരലോകം ഖണ്ഡദേശം തേ മഹർലോകമെന്നറിയേണം. തുണ്ടമായതു ജനലോകമെന്നതു ന്യൂനം ശംഖദേശം തേ തപോലോകമങ്ങതിന്മീതെ പങ്കജയോനിവാസമായ സത്യലോകം ഉത്തമാംഗം തേ പുരുഷോത്തമം ജഗത്പ്രഭോ. സത്താമാത്ര മേഘജാലങ്ങൾ യേശങ്ങളും ശക്രാദിലോകപാലന്മാരെല്ലാ ഭുജങ്ങൾ തേ ദിക്കുകൾ കർണങ്ങളുമശികൾ നാസികയും വക്രമായതു വന്നി നേത്രമാദിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ ഭ്രൂഭംഗമല്ലോ ആലം ബുദ്ധിവാഗ്മതിയല്ലോ കോപകാരണമഹങ്കാരമായതു രുദ്രൻ വാ എല്ലാം ഛന്ദസ്സുകൾ ദംഷ്ട്രകൾ യമനല്ലോ നക്ഷത്രപംക്തികളെല്ലാം ദ്വിജപംക്തികളല്ലോ ഹാസമായതു മോഹ ആരിണി മഹാമായ വാസനാ സൃഷ്ടിത്തവ പാങ്കമോക്ഷണമല്ലോ ധർമ്മം നിൻ പുരോഭാഗധർമ്മം പൃഷ്ഠഭാഗം ഉന്മേഷനിമിഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്ത
സപ്തസാഗരങ്ങൾ നിൻ ഉഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും വിശ്വാസഗണമല്ലോ. നദികളെല്ലാം തവ നാഡികളാവുന്നതും പൃഥ്വീധരങ്ങൾ പോലസ്ഥികളാവുന്നതും വൃക്ഷാദ്യൗഷധങ്ങൾ തേ രോമങ്ങളാവുന്നതും തൃക്ഷണാദേവൻ തന്നെ ഹൃദയമാവുന്നതും വൃഷ്ടിയായതും തവ രേതസ്സെന്നറിയണം പുഷ്ടമാം മഹീപദേ. കേവല ജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാമുക്തി. നിന്തിരുവടിയൊഴിഞ്ഞില്ല ഇഞ്ചന വസ്തു സന്തതമീ ദ്രുരൂപം ചിന്തിച്ചു വണങ്ങുന്നേ. ഇക്കാലമിതില്ലാളും മുഖ്യമായിരി പോനി കാണായിയ രൂപമെപ്പോഴും തോന്നിയിടണം താപസവേഷം. ധരാവല്ലഭം ശാന്താകാരം ചാപേഷു അരം ജടാവൽകലവിഭൂഷണം ആനനെ വിചിന്നം ജാനകീസലക്ഷണം. മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭാവസമം മാനസേ വസിപ്പതിനായഹം ചിന്തിക്കുന്നേ. ഭാനുവംശോത്ഭൂതനാ ഭഗവൻ നമോ നമഃ. സർവജ്ഞൻ മഹേശ്വരനീശ്വരൻ മഹാദേവൻ സർവനവ്യയൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയേയും ധ്യാനിച്ചുകൊണ്ടു ആശ്യാം സന്തതമിരുന്നരുളിയിടുന്നു മുഖ്യർത്ഥമായി. തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്ക് തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം രാമ രാമേതി അനിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം. പരമാത്മാവ് പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴി പോലെ മൂഢന്മാർ ഭവത്തത്വമെങ്ങനെ അറിയുന്നു മൂടിപ്പോയാൽ മഹാമായ മോഹാന്ത ആരേ. രാമഭദ്രായ പരമാത്മനേ നമോ നമഃ. രാമചന്ദ്രായ ജഗത്സാക്ഷിണേ നമോ നമഃ. പാഹി മാ ജഗന്നാഥ പരമാനന്ദരൂപ പാഹി സൗമിത്രിസേവ്യ പാഹി മാം ദയാനിധേ. നിൻ മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായംബുജവിലോചന സന്തതം നമസ്കാരം. ഇതമർത്തിച്ചു ഭക്ത്യാ സ്തുതിച്ച ഗന്ധർവനോടുത്തമ പുരുഷനാം ദേവനുമരുൾ ചെയ്തു സന്തുഷ്ടനായേൻ തവ സ്തുത്യാ നിശ്ചലഭക്ത്യാ. ഗന്ധർവശ്രേഷ്ഠ
ഭവാൻ മൽപദം പ്രാപിച്ചാലും സ്ഥാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്ക നീ മൽ പ്രസാദത്താലിടോ. അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പൻ ഞാനീ സ്തോത്രം. ഭക്ത്യാ ജപിച്ചിടുന്ന ജനങ്ങൾക്കു മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും. ഭക്തനാ നിന അധപതനമിനി വരാ. ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗളം വരുവാനായി തൊഴുതു ചൊല്ലിയിടിനാൻ. മുമ്പിലും മാറു ആണാ മതംഗാശ്രമം തത്ര സംപ്രതി വസിക്കുന്നു ശബരീ തപസ്സിനി. തൊൽപാദാഭുജ ഭക്തി കൊണ്ടേറ്റം പവിത്രയായെപ്പോഴും ഭവാനിയും ധ്യാനിച്ചു വിമുക്തയായി അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവളവനീ സുത തന്നെ ലഭിക്കും നിങ്ങൾ എന്നാൽ. ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാവനത്തൂടെ മന്ദമന്ദം പോയി ചെന്നു ചാരുത ചേർന്ന ശബര്യാശ്രമമഹം പുആർ. സംഭ്രമത്തോടും പ്രത്യുക്തയാ താപസി ഭക്ത്യാ സംവദിച്ചിതു പാദാഭോരുഹയുഗത്തിങ്കൽ. സന്തോഷപൂർണ ശ്രുനേത്രങ്ങളോടവളുമാനന്ദമുൾക്കൊണ്ടു പാദാർയാസനാദികളാലേ പൂജിച്ചു തൽപാദതീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടിനാൾ. പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും. അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ ധന്യയായി വന്നേനഹമിന്നു പുണ്യാതിരേഹാൽ. എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചാനേ ആയിരത്താണ്ടു വാണാർ. അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിതു. പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർകളും. എന്നോടു ചൊന്നാരവരെ തുമേദിയാതെ ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം. പന്നകശായി പരൻ പുരുഷൻ പരമാത്മാ വന്നവതരിച്ചിതു രാക്ഷസവധാർത്ഥമായി. നമ്മെയും ധർമ്മത്തെയും രക്ഷിച്ചു ഉൾവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നിടുമിവിടേക്കു രാഘവനിന്നാലവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും
നിനക്കുമെന്നു നൂനം വന്നിതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ. ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽഗുരുഭൂതന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നില്ലയല്ലോ. ജ്ഞാനമില്ലാത്ത ഹീനജാതിയിലുള്ള മൂഢ ഞാനിതിനൊട്ടുമതി ആരിണിയല്ലോ. വാങ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാൺമാനും അവകാശം വന്നതു മഹാഭാഗ്യം. തൃക്കഴലിണ ഊപ്പി സ്തുതിച്ചു കൊള്ളുവാനുമിങ്ങുൾക്കലമത്തിലറിപ്പോ ആ ദയാനിധേ. രാഘവനതു ഏറ്റു ശബരിയോടു ചൊന്നാനാകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾനീ. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. തീർത്ഥ സ്നാനാദി തപോദാന വേദാധ്യയന ക്ഷേത്രോപവാസയാഗാദ്യ ഇല കർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനും കണ്ടു ഇട്ടുകയില്ല എന്നെ മൽഭക്തിയൊഴിഞ്ഞൊന്നു കൊണ്ടൊരു നാളും. ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവനുത്തമേ ഇട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി. മുഖ്യ സാധനമല്ലോ സഞ്ജന സംഘം പിന്നെ മൽധപാലാപം രണ്ടാം സാധനം. മൂന്നാമതും മൽഗുണേരണം പിന്നെ ഭക്തജാവാഹ്യാതൃത്വം. മൽകലാജാതാചാര്യോപാസനമഞ്ചാമതും പുണ്യശീലത്വം. യമനിയമാദികളോടു എന്നെ മുട്ടാതെ പൂജിക്കയെന്നുള്ള താറാമതും. മന്മന്ത്രോപാസകത്വമേഴാമതെട്ടാമതും. മംഗളശീലേ ഏറ്റു ധരിച്ചു കൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ മൽഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യവും ഭവിക്കയും സർവലോഹാത്മാ ഞാനെന്നെപ്പോഴും ഉറയ്ക്കയും മത്തത്വവിചാരം ഏഴൊമ്പതാമതു ഭദ്രേ. ചിത്തശുദ്ധിക്കു മൂലമാദിസാധനം നൂനം. ഉത്തമായിതു ഭക്തിസാധനം നവവിധമുത്തമേ. ഭക്തി നിത്യമാർക്കുള്ളൂ വിചാരിച്ചാൽ. തിര്യജ്ഞോ നിജങ്ങൾ എന്നായിനും മൂഢന്മാരാ
നാരികൾ എന്നായിനും പുരുഷനെന്നായിനും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമ തത്വാനുഭൂതിയുണ്ടാം. തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനി മർത്യനുത്തമ തപോധനേ. ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ. ഭാഗവതാഢ്യേ ഭഗവൽ പ്രിയേ മുനിപ്രിയേ ഭക്തിയുണ്ടാകുണ്ടു ആനായി വന്നിതു തവ മുക്തിയുമടുത്തിതു നിനക്കൂതബോധനേ. ജാനകി മാർഗമറിഞ്ഞിടിൽ നീ പറയണം ഏനവാനീതാ സീതാ മൽപ്രിയാ മനോഹരി. രാഘവവാക്യമേവം കേട്ടൊരു ശബരിയുമാകുലമകുലമാറാതരവുലുര ചെയ്താൽ സർവവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞനെന്നായിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം കൊണ്ടുപോയതു ദശഖണ്ഡനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യദൃശ്യാ തണ്ടലർമകളെ ഞാൻ. മുമ്പിലാമാറു ഉറഞ്ഞൊരു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസിനെ കാണാൻ തൽപുരോഭാഗ്യേ. പശ്യ പർവ്വതവരമൃഷ്യമൂഹായം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ അഭിശ്രേഷ്ഠൻ. നാലു മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായനുദിനം. ബാലി മുനിശാപം പേടിച്ചു ചെന്നുകൂടാ പാലനം ചെയ്യ ഭവാനവധി വഴി പോലെ. സത്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവൽ പാദപങ്കജത്തോടു ചേർന്നു കൊള്ളുവാൻ തുടങ്ങുന്നു. പാർക്കേണം മുഹൂർത്തമാത്രം ഭവാനത്രൈവമേ തീർക്കേണം മായാകൃതബന്ധനം ദയാനിധേ. ഭക്തിബോധിതമുക്ത്യാ ദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചിതു ശബരി അതുകാലം. ഭക്തവത്സലൻ പ്രസാദിക്കിനിന്നവർ എന്നിലെത്തിയിടും മുക്തി നീചജാതികൾ എന്നായിനും. പുഷ്കരനേത്രൻ പ്രസാദിക്കിനോ ജന്തുക്കൾ ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപാദാംബോജം സേവിച്ചു കൊള്ളുക നിത്യം. ഓരോരോ മന്ത്രതന്ത്ര ധ്യാന കർമാദികളും ദൂരസ്യം ത്യജിച്ചു തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ
ധ്യാനിച്ചു കൊള്ളുക നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്ര കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജഗൽ സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം. രാമ രാമേതി ജപിച്ചിടുക സദാകാലം. ഭാമനീ ഭദ്രേ പരമേശ്വരീ പത്മേശനേ. ഇതമീശ്വരൻ പരമേശ്വരിയോടു രാമ ഭദ്രവൃത്താന്തമരുൾ ചെയ്തതു ഏട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയാൽ ശ്രീരാമങ്കൽ ചിത്തവുമുറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും പൈങ്കിളി പൈതൽ താനും പരമാനന്ദം പൂണ്ടു ശങ്കര ജയിച്ചരുളെന്നിരുന്നരുളിനാൾ. ഇത്യന്ത്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ആരണ്യ കാണ്ഡം സമാപ്തം.